മന്നാ പ്രതിദിനമന്നാ സമൃദ്ധമായ ജീവൻ നൽകും മന്നാ. പേര് മാറ്റുന്നു. സാറായി സാറ. ഉൽപ്പത്തി 17:15. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്ന് ഇരിക്കണം. സാറായി എന്നാൽ എന്റെ രാജകുമാരി എന്നും സാറ എന്നാൽ രാജകുമാരി എന്നുമാണ് അർത്ഥം. രാജകുമാരിക്ക് മുമ്പുള്ള എന്റെ എന്ന വാക്ക് ഇടുക്കത്തെ സൂചിപ്പിക്കും. എന്നാൽ രാജകുമാരി എന്നത് വിശാലതയെ സൂചിപ്പിക്കും. സാറായിയുടെ പേര് സാറ എന്ന് മാറ്റുവാനുള്ള കാരണം ഇടുങ്ങിയ നിലയിലല്ല, വിശാലമായ നിലയിൽ അവൾ അനേകം ജാതികളുടെ അമ്മയാകേണ്ടത് ഉണ്ടായിരുന്നു. ദൈവം നമ്മിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നാം കൂടുതൽ വിപുലമായവരും വിശാലരുമായി തീരും. ദൈവം നമ്മിലേക്ക് ചേർക്കപ്പെടുന്നില്ലെങ്കിൽ നാം അപൂർണരാണെന്ന് മാത്രമല്ല, ഇടുങ്ങിയവരുമായിരിക്കും. നിങ്ങളൊരു സഹോദരനോ സഹോദരിയോ ആയിരിക്കാം. എന്നാൽ നിങ്ങളിലേക്ക് ദൈവം ചേർക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ഇടുങ്ങിയ സഹോദരനോ സഹോദരിയോ ആയിരിക്കും. ദൈവം നിങ്ങളിലേക്ക് ചേർക്കപ്പെടാത്ത ഒരു ഭർത്താവാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരു ഇടുങ്ങിയ ഭർത്താവായിരിക്കും. ദൈവം നിങ്ങളിലേക്ക് ചേർക്കപ്പെടാത്ത ഒരു ഭാര്യയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരു ഇടുങ്ങിയ ഭാര്യയായിരിക്കും. ആർക്കാണ് നമ്മെ വിശാലമാക്കുവാൻ കഴിയുക? ദൈവത്തിന് മാത്രമാണ്. ഒരു വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ മനസ്സും ഹൃദയവും ആത്മാവുമുള്ള ഒരു വിശാല വ്യക്തിയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളെ വലുതാക്കുവാൻ നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമാണ്. നാം ആരായാലും ദൈവം നമ്മിലേക്ക് ചേർക്കപ്പെടാത്തിടത്തോളം എന്റെ താല്പര്യം, എന്റെ ലാഭം, എന്റെ ഭാവി, എന്റെ ജീവനിലുള്ള വളർച്ച, എന്റെ കർത്താവിനെ ഞാൻ അന്വേഷിക്കൽ, സഭായോഗങ്ങളിലെ എന്റെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നാം എപ്പോഴും പറയുന്നവരും ചെയ്യുന്നവരുമായിരിക്കും. ദൈവം നമ്മെ വിശാല ആക്കാത്തിടത്തോളം നാം മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയില്ല. അതിനാൽ എന്റെ രാജകുമാരി എന്ന നമ്മുടെ പേര് രാജകുമാരി എന്ന് മാറ്റപ്പെടേണ്ടതാണ്. അതായത് സാറായി എന്നത് സാറ എന്ന് മാറ്റപ്പെടും. ഉൽപ്പത്തി 17:15 ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, ബൈബിളിൽ ദൈവം പലരുടെയും പേര് മാറ്റിയിട്ടുണ്ട്. അബ്രാമിനെ അബ്രഹാമാക്കി, യാക്കോബിനെ ഇസ്രായേലാക്കി. ഇന്ന് നാം ശ്രദ്ധിക്കുന്നത് സാറായിയെ അല്ലെങ്കിൽ സാറ എന്ന് മാറ്റിയതിനെയാണ്. ഒന്നാമതായി സാറായി സാറ എന്ന മാറ്റത്തിലേക്ക് എത്തി. അതിന്റെ അർത്ഥം എന്റെ രാജകുമാരി, രാജകുമാരി എന്നല്ല, എന്റെ രാജകുമാരി. ദൈവം അവളെ ഒരാളുടെ ഭാര്യയിൽ നിന്ന് ജാതികളുടെ മാതാവായി ഉയർത്തുകയാണ്. ദൈവം വിളിക്കുന്ന പേരിലൂടെ നമ്മുടെ പരിധികളെ അത് വിശാലമാക്കുകയാണ്. രണ്ടാമതായി അവസ്ഥ കാണുന്ന ദൈവം. മനുഷ്യൻ സാധ്യത കാണുന്നത്. മനുഷ്യദൃഷ്ടിയിൽ വന്ധ്യത, വയസ്സായ ശരീരം, ഇതാണ് സാറായിക്കുള്ളത്. ദൈവദൃഷ്ടിയിൽ വാഗ്ദത്തത്തിന്റെ പാത്രമാണ്, സന്താനത്തിന്റെ ഉറവിടമാണ്. ദൈവം നമ്മെ കാണുന്നത് നമുക്ക് എന്തെല്ലാം കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിന് എന്ത് കഴിയും എന്ന തന്റെ സർവശക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ നാം നമ്മുടെ കഴിവുകളിലേക്കോ കഴിവുകേടുകളിലേക്കോ നോക്കാതെ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാം. മൂന്നാമതായി ഫലം വരും മുമ്പെയാണ് പേര് മാറ്റിയത്. സാറായിക്ക് കുഞ്ഞ് ഇല്ലാതിരുന്ന സമയത്ത് ദൈവം അവളെ മാതാവ് എന്ന നിലയിൽ വിളിച്ചു. ഇത് അവളോടുള്ള വിശ്വാസത്തിന്റെ വിളിയാണ്. വിശ്വാസം ആദ്യം, അതിന് പിന്നാലെയാണ് ദൈവിക അത്ഭുതങ്ങൾ. നാലാമതായി സ്ത്രീക്കും ദൈവപരിധിയിൽ സമ്പൂർണ്ണ സ്ഥാനമുണ്ടെന്ന് കാണിക്കുകയാണ്. ദൈവം അബ്രഹാമിനോടൊപ്പം സാറായിയോടും നേരിട്ട് സംസാരിച്ചു, പേരുമാറ്റി, വാഗ്ദത്തം നൽകി. ദൈവരാജ്യത്തിൽ സ്ത്രീ രണ്ടാമനല്ല, വാഗ്ദത്തത്തിന്റെ സഹവാഹിനി അഥവാ കൂട്ടാളിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ പഴയ പേരുകളിൽ വിളിച്ചേക്കാം, പരാജിതർ, അയോഗ്യർ, അസാധ്യർ. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പുതിയ പേരിൽ വിളിക്കുന്നു. ഇങ്ങനെ പേര് വിളിച്ചു അനുഗ്രഹിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അതിന് ഈ ചിന്തകൾ ഉതകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ പിതാവ്, സാറായിയുടെ പേരിനെ സാറ എന്ന് ആക്കി മാറ്റി അതിലൂടെ വലിയ അർത്ഥങ്ങൾ അങ്ങ് ലോകത്തോട് പറഞ്ഞു തന്നതിനായി സ്തോത്രം ചെയ്യും. ആ നിലയിൽ ദൈവം ഞങ്ങളെ മാറ്റി അങ്ങേക്ക് പ്രയോജനമുള്ളവരായി നിൽക്കുവാൻ, അങ്ങയോട് ഭക്തിയുള്ളവരായി വിശ്വാസമുള്ളവരായി നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
Thank you.